എന്റെ ബുദ്ധിയല്ലേ എന്റെ കിടാവിനുണ്ടാവുള്ളൂ. അതാലോചിക്കാനുള്ള ബോധമില്ല. ഇപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ ചെക്കൻ എത്ര മാർക്ക് കിട്ടിയെന്ന്. ആനത്തല മാർക്കൊന്നും നിങ്ങൾക്കും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ മക്കൾക്ക് നേരെ പേരിൽ ചൂണ്ടുമ്പോ ആലോചിക്കാം, അവനവൻ എത്രമാത്രം പണ്ട് പഠിച്ചിട്ടുണ്ട്. പണ്ട് 10ൽ 0 കിട്ടിയ മുട്ട കിട്ടിയ നിങ്ങളാണോ നിങ്ങളുടെ മക്കളെ കുറ്റം പറയാനും ചീത്ത പറയാനും നിൽക്കണം? ആദ്യം അവനവൻ എന്തായിരുന്നു എന്ന് ആലോചിക്കാം. പിന്നെ സ്വന്തം മക്കളെ മറ്റു വീടുകളിലെ ആളുകളായിട്ട് കമ്പയർ ചെയ്തിരിക്കുക. നിങ്ങൾക്കുള്ള കഴിവുകളെ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്നു. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, വക്കീലുമാരൊക്കെ വരിയിൽ നിൽക്കുന്നുണ്ടാവും. ഇവരിങ്ങനെ വരി നിന്നിട്ട് എന്താണ് ചോദിക്കുന്നതെന്ന് പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങളുടെ കുട്ടിക്ക് എത്ര മാർക്കുണ്ട്, എത്ര മണിക്കൂർ പഠിക്കും? ഇത് 2025 സംഭവം എന്ന് ആലോചിക്കണം. ഇപ്പോഴും തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവനവന്റെ കുട്ടിക്ക് കഴിഞ്ഞ ടേമിനേക്കാൾ ഈ ടേമിൽ എത്ര മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്നല്ല നോക്കണേ, അപ്പുറത്തെ വീട്ടിലത്തെ ചെക്കന് എത്ര മാർക്ക് ഉണ്ടെന്ന്. എന്റെ ബുദ്ധിയല്ലേ എന്റെ കിടാവിനുണ്ടാവുള്ളൂ. അതാലോചിക്കാനുള്ള ബോധമില്ല. ഇപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ ചെക്കൻ എത്ര മാർക്ക് കിട്ടിയെന്ന്. അപ്പൊ നമ്മുടെ കാലിബർ നമ്മുടെ മക്കൾക്കുള്ളത് കഴിഞ്ഞ ടേമിനേക്കാൾ ഈ ടേമിന് എത്ര മാർക്ക് കൂടുതൽ കിട്ടി എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു പാരന്റ്